ബ്ലെസ്സിങ്സ്. താഴെ കൊടുത്തിരിക്കുന്ന വാഗ്ദത്തങ്ങൾ അവയോടൊപ്പം ബ്രാക്കറ്റിൽ നൽകിയിരിക്കുന്ന വേദഭാഗങ്ങളെ അടിസ്ഥാനമാക്കിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഈ വചനങ്ങൾ ദിവസേന നിങ്ങൾക്ക് തന്നെ കേൾക്കാവുന്ന സ്വരത്തിൽ ആവർത്തിച്ചാവർത്തിച്ച് ഏറ്റുപറയുക. ദൈവത്തിൻ്റെ വചനം പറയുന്നു, റോമർ 10:17, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. ദൈവത്തിൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം എൻ്റെ സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിക്കുന്നു. 1 യോഹന്നാൻ 1:7. ഞാൻ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് പ്രാപിച്ചിരിക്കുന്നു. എഫെസ്യർ 1:7. ഞാൻ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. റോമർ 5:9. ഞാൻ കൃപയാൽ ക്രിസ്തു യേശുവിൻ്റെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. റോമർ 3:24. ഞാൻ യേശു ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ നീതിയായിരിക്കുന്നു. 2 കൊരിന്ത്യർ 5:21. ഞാൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ യേശു ക്രിസ്തുവിൽ പരിപൂർണനായിരിക്കുന്നു. കൊലോസ്യർ 2:10. ഞാൻ ദൈവകൃപയ്ക്ക് അധീനനാകയാൽ പാപം എന്നിൽ കർത്തൃത്വം നടത്തുകയില്ല. റോമർ 6:14. ഞാൻ ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായിരിക്കുന്നു, പഴയത് കഴിഞ്ഞുപോയി. 2 കൊരിന്ത്യർ 5:17. ഞാൻ ദൈവത്തിൻ്റെ അവകാശിയും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശിയുമാകുന്നു. റോമർ 8:17. ഞാൻ ദൈവത്തിൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ ആകുന്നു. റോമർ 8:16. ഗലാത്യർ 4:6. മഹത്വത്തിൻ്റെ പ്രത്യാശ ക്രിസ്തുവിനിലിരിക്കുന്നു. കൊലോസ്യർ 1:27. ഞാൻ കുഞ്ഞാടിൻ്റെ രക്തഹേതുവായും എൻ്റെ സാക്ഷ്യവചന ഹേതുവായും ജയിച്ചിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 12:11. എൻ്റെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീയങ്ങളല്ല, കോട്ടകളിടിക്കുവാൻ ദൈവസന്നിധി ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞാൻ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി. 2 കൊരിന്ത്യർ 10:4-5. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ എനിക്ക് അധികാരം കർത്താവ് തന്നിരിക്കുന്നു. ഒന്നും എനിക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല. ലൂക്കോസ് 10:19. സിംഹത്തിന്മേലും അണലിമേലും ഞാൻ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാവിനെയും ഞാൻ മെതിച്ചു കളയും. സങ്കീർത്തനം 91:13. എനിക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. യെശയ്യാവ് 54:17. ആഭിചാരം എനിക്ക് പറ്റുകയില്ല, ലക്ഷണവിദ്യ എനിക്ക് ഫലിക്കുകയില്ല. സംഖ്യ 23:23. എൻ്റെ കൈ എൻ്റെ വൈരികൾക്ക് മീതെ ഉയർന്നിരിക്കും. മീഖ 5:9. അവൻ എന്നെ വേട്ടക്കാരൻ്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. സങ്കീർത്തനം 91:3. യഹോവ എൻ്റെ ന്യായവിധികളെ മാറ്റി എൻ്റെ ശത്രുവിനെ നീക്കിക്കളഞ്ഞിരിക്കുന്നു. ഇസ്രായേലിൻ്റെ രാജാവായ യഹോവൻ്റെ മധ്യയിരിക്കുന്നു, ഇനി ഞാൻ അനർത്ഥം കാണുകയില്ല. സെഫന്യാവ് 3:15. കർത്താവോ വിശ്വസ്തൻ, അവൻ എന്നെ ഉറപ്പിച്ച് ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. 2 തെസ്സലോനിക്കർ 3:3. എൻ്റെ ദൈവമായ യഹോവ എന്നോട് കൂടെ പോരും, അവൻ എന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുമില്ല. ആവർത്തനം 31:6. യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനുമാകുന്നു, എൻ്റെ പാറയായ ദൈവം. അവനിൽ ഞാൻ ആശ്രയിക്കും. എൻ്റെ പരിചയം എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവും എൻ്റെ സങ്കേതവും തന്നെ. 2 ശമൂവേൽ 22:2-3. ദൈവം എൻ്റെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. സങ്കീർത്തനം 46:1. എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഫിലിപ്പിയർ 4:13. ദൈവമായ യഹോവ എന്നെ വലിയൊരു ജാതിയാക്കും, എന്നെ അനുഗ്രഹിച്ച് എൻ്റെ പേർ വലുതാക്കും, ഞാനൊരു അനുഗ്രഹമായിരിക്കും. ഉൽപ്പത്തി 12:2. യഹോവ എന്നെ അധികമായി വർദ്ധിപ്പിച്ച് അനേക ജാതികളാക്കും, എന്നിൽ നിന്ന് രാജാക്കന്മാർ ഉത്ഭവിക്കും. ഉൽപ്പത്തി 17:6. യഹോവനെ ഭൂമിയിലെ സകല ജാതികളുടെ ഇടയിൽ കീർത്തിയും പ്രശംസയുമാക്കി തീർക്കും. സഫന്യാവ് 3:20. യഹോവനെ വാലല്ല തലയാക്കും, ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കുകയില്ല. ആവർത്തനം 28:13. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ഞാൻ ക്രിസ്തുവേശുവിൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. എഫെസ്യർ 1:3. എൻ്റെ ദൈവമോ എൻ്റെ ബുദ്ധിമുട്ടൊക്കെ മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഫിലിപ്പിയർ 4:19. എൻ്റെ ദേഹി ശുഭമായിരിക്കുന്ന പോലെ ഞാൻ സകലത്തിലും ശുഭമായും സുഖമായിരിക്കും. 3 യോഹന്നാൻ 1:2. യഹോവ എനിക്ക് ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം എൻ്റെ മേൽ അനുഗ്രഹം പകരും.
മലാഖി 3:10. കർത്താവ് എനിക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും നൽകും, ഞാൻ അതിനാൽ തൃപ്തി പ്രാപിക്കും. ഇനി ഞാൻ ജാതികളുടെ ഇടയിൽ നിന്ദിതനാകുകയില്ല. യോവേൽ 2:19. എൻ്റെ സൂര്യൻ ഇനി അസ്തമിക്കുകയില്ല, എൻ്റെ ചന്ദ്രൻ മറഞ്ഞു പോകുകയുമില്ല. യഹോവൻ്റെ നിത്യപ്രകാശമായിരിക്കും, എൻ്റെ ദുഃഖകാലം തീർന്നു പോകും. യെശയ്യാവ് 60:20. യഹോവയായ ദൈവം എന്നെ നിത്യമാഹാത്മ്യവും തലമുറ തലമുറയായുള്ള ആനന്ദവുമാക്കി തീർക്കും. യെശയ്യാവ് 60:15. യഹോവ എന്നെ ജാതികൾക്ക് സാക്ഷിയും വംശങ്ങൾക്ക് പ്രഭുവും അധിപതിയുമാക്കിയിരിക്കുന്നു. യെശയ്യാവ് 55:4. എൻ്റെ കണ്ണ് രാജാവിനെ അവൻ്റെ സൗന്ദര്യത്തോടെ ദർശിക്കും, വിശാലമായൊരു ദേശം ഞാൻ കാണും. യെശയ്യാവ് 33:17. ദീർഘായുസ് കൊണ്ട് ദൈവം എനിക്ക് തൃപ്തി വരുത്തും, അവൻ്റെ രക്ഷയെ ഞാൻ കാണും. സങ്കീർത്തനം 91:16. കർത്താവിൻ്റെ നാമത്തെ ഭയപ്പെടുന്ന എനിക്ക് നീതി സൂര്യൻ തൻ്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടി ഉദിക്കും. മലാഖി 4:2. യഹോവൻ്റെ രോഗശയ്യയിൽ എന്നെ താങ്ങും. സങ്കീർത്തനം 41:3. യഹോവൻ്റെ മുറിവുകളെ പൊറുപ്പിച്ച് എനിക്ക് ആരോഗ്യം വരുത്തും. യിരെമ്യാവ് 30:17. എൻ്റെ ദൈവമായ യഹോവ രോഗങ്ങളെ എൻ്റെ നടുവിൽ നിന്ന് അകറ്റിക്കളയും. പുറപ്പാട് 23:25. കർത്താവ് എനിക്ക് രോഗശാന്തി ആരോഗ്യം വരുത്തി എന്നെ സൗഖ്യമാക്കുകയും സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സമൃദ്ധി എനിക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. യിരെമ്യാവ് 33:6. യേശുവിൻ്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. 1 പത്രോസ് 2:24. യെശയ്യാവ് 53:5. യഹോവ തൻ്റെ വചനത്തെ അയച്ചെന്നെ സൗഖ്യമാക്കി, കുഴികളിൽ നിന്ന് എന്നെ വിടിവിച്ചു. സങ്കീർത്തനം 107:20. യഹോവ എന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു. സങ്കീർത്തനം 30:2. മനം തകർന്നവരെ യഹോവ സൗഖ്യമാക്കുകയും മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. സങ്കീർത്തനം 147:3. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. സങ്കീർത്തനം 34:18. യഹോവ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്ന ഞാൻ ശക്തിയെ പുതുക്കും. ഞാൻ കഴുകന്മാരെ പോലെ ചെറുകടിച്ച് കയറും, ഞാൻ തളർന്നു പോവാതെ ഓടുകയും ക്ഷീണിച്ചു പോകാൻ നടക്കുകയും ചെയ്യും. യെശയ്യാവ് 40:29-31 വരെ. യഹോവയായ കർത്താവ് എൻ്റെ ബലമാകുന്നു, അവൻ എൻ്റെ കാൽ പേടമാൻ കാൽ പോലെയാക്കുന്നു, ഉന്നതികളിൽ മേൽ എന്നെ നടക്കുമാറാക്കുന്നു. ഹബക്കൂക്ക് 3:19. ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. സങ്കീർത്തനം 118:17. ദൈവം എൻ്റെ ആയുഷ്കാലം പൂർത്തിയാക്കും. പുറപ്പാട് 23:26. നീതിമാന്റെ ശിരസിനുമേൽ അനുഗ്രഹങ്ങൾ വരുന്നു. സദൃശവാക്യം 10:6. നീതിമാന്റെ ഓർമ്മ അനുഗ്രഹിക്കപ്പെട്ടത്. 10:7. നീതിമാന്റെ വായ് ജീവന്റെ ഉറവാകുന്നു. സദൃശവാക്യം 10:11. നീതിമാന്മാരുടെ ആഗ്രഹമോ സാധിക്കും. സദൃശവാക്യം 10:24. നീതിമാന്മാരുടെ പ്രത്യാശ സന്തോഷമാകുന്നു. 10:28. നീതിമാൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല. 10:30. നീതിമാന്റെ വായ് ജ്ഞാനം മുളപ്പിക്കുന്നു. 10:31. നീതിമാൻ കഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു. 11:8. നീതിമാന് ജീവവർഷം പ്രതിഫലം. 11:30. നീതിമാന്മാരുടെ വേരോ ഇളകിപ്പോകുകയില്ല. 12:3. നീതിമാന്മാരുടെ ഭവനമോ നിലനിൽക്കും. 12:7. നീതിമാന്മാരുടെ വേരോ ബലം നൽകുന്നു. 12:12. നീതിമാൻ ഒരു തിന്മയും ഭവിക്കുകയില്ല. 12:21. നീതിമാന്റെ വെളിച്ചം പ്രകാശിക്കുന്നു. 13:9. നീതിമാൻ വേണ്ടുവോളം ഭക്ഷിക്കുന്നു. 13:25. നീതിമാന്റെ കൂടാരമോ തഴയ്ക്കും. 14:11. നീതിമാന്റെ വീട്ടിൽ വളരെ നിക്ഷേപമുണ്ട്. 15:6. നീതിമാന്മാരുടെ പാതയോ പെരുവഴി തന്നെ. 15:19. നീതിമാന്മാരുടെ പ്രാർത്ഥനയോ അവൻ കേൾക്കുന്നു. 15:29. നീതിമാൻ 7 പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും. 24:16. നീതിമാന്മാരോ ബാലസിംഹം പോലെ നിർഭയമായിരിക്കും. 28:1. നീതിമാന്മാരോ ദുഷ്ടന്മാരുടെ വീഴ്ച കാണും. 29:16. നീതിമാൻ പന പോലെ തഴയ്ക്കും, ലബനോനിലെ ദേവതാര് പോലെ വളരും. സങ്കീർത്തനം 92:12. നീതിമാന്മാരെ യഹോവ താങ്ങും. സങ്കീർത്തനം 37:17. നീതിമാന് കൃപാലുവായി ദാനം ചെയ്യുന്നു. സങ്കീർത്തനം 37:21. നീതിമാൻ തുണയില്ലാതിരിക്കുന്ന അവൻ്റെ സന്തതി ആഹാരം ഇരക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല.
സങ്കീർത്തനം 37:25. നീതിമാന്മാർ ഭൂമി അവകാശമാക്കി എന്നേക്കും അതിൽ വസിക്കും. 37:29. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. സങ്കീർത്തനം 34:17. ഉല്ലാസത്തിൻ്റെ ജയത്തിൻ്റെ ഘോഷ നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. സങ്കീർത്തനം 118:15. ആമേൻ, ആമേൻ, ആമേൻ.